ക്ഷേത്രത്തിൽ വീണ്ടും രാഷ്ട്രീയവുമായി CPM. കണ്ണൂർ കതിരൂർ പുല്യോട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിലാണ് CPM രാഷ്ട്രീയം കലർത്തിയത്. താലപ്പൊലി മഹോത്സവത്തിൽ ചെഗുവേരയുടെ കൊടിയും പാർട്ടിയുടെ വിപ്ലവ ഗാനവും. സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി. അതുവരെ രാജൻ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പാർട്ടിയുടെ സ്വാധീനത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വിപ്ലവ ഗാനവും അതേപോലെ തന്നെ അവരുടെ പാർട്ടി കൊടികളുമെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവമെല്ലാം. കണ്ണൂരിൽ ഇത് പുതിയ കാര്യമല്ല. കണ്ണൂരിൽ പക്ഷേ ഇപ്പോഴും ഇത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം കടയ്ക്കൽ സമാനമായ നിലയിൽ ഉത്സവത്തിന് വിപ്ലവ ഗാനവും അതേപോലെ തന്നെ പാർട്ടി ചിഹ്നങ്ങളുമൊക്കെ ഉയർത്തിയുള്ള ഗാനമേള പരിപാടിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിലാണ് ഈ ശ്രീകുറുമ്പക്കാവ് ക്ഷേത്ര ഉത്സവത്തിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ചുവന്ന പതാകയും ചെഗുവേരയുടെ ചിത്രങ്ങളും അതേപോലെ തന്നെ പാർട്ടി ചിഹ്നങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള ഉത്സവാഘോഷം നടന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കതിരൂർ പുല്ലോടുള്ള ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവം നടന്നത്. ഈ താലപ്പൊലി മഹോത്സവത്തിലേക്കാണ് പാർട്ടി ഗാനവും അതുപോലെ തന്നെ ചെഗുവേരയുടെ കൊടിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേർച്ച കലശവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഈ ഒരു കാവിലേക്ക് ഇവർ നടത്തിയത്. സാധാരണഗതിയിൽ കാവുകളിൽ നടക്കാറുള്ളത് നേർച്ച കലശം അല്ലെങ്കിൽ പൂക്കലശം തുടങ്ങി ആചാരപരമായ കലശങ്ങളാണ്. എന്നാൽ ഇവിടെ ഇതൊരു പാർട്ടി സമ്മേളന വേദിക്ക് സമാനമായ രീതിയിലാണ് CPMകാർ ഈ ഒരു കാവുകളെ കരുതിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലശങ്ങളും മറ്റുമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളത്തടക്കം ഇവർ നടത്തുന്നത്. മാത്രമല്ല വലിയ DJ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ പാർട്ടിയുടെ ഗാനങ്ങൾ DJ മിക്സ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഇവർ എത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ഒരു കാവിലെ ഉത്സവത്തിന് ചെഗുവേരയുടെ കൊടിക്ക് എന്ത് പ്രാധാന്യം എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഒരു പാർട്ടി വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമായി ഉയർന്നു വന്നിട്ടുള്ളത്. മുന്നേ നമുക്കറിയാം, കൊല്ലം കടയ്ക്കലിൽ സമാനമായ രീതിയിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപരിപാടിക്കിടെയാണ് പാർട്ടിയുടെ വിപ്ലവഗാനം അടക്കം ആലപിച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂരിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ എപ്പോഴൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ആ സംഘർഷത്തിന്റെയൊക്കെ തുടക്കം CPM ഇത്തരത്തിൽ ഈ ക്ഷേത്രോത്സവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് തലശ്ശേരി മണോളിക്കാവിൽ സമാനമായ രീതിയിലൊരു പ്രശ്നമുണ്ടായത്. അന്ന് അവിടെ ഈ നേർച്ച കലശം ആ കാവിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് CPMകാർ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഈ മുദ്രാവാക്യം വിളിച്ചത് അവിടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് വലിയ സംഘർഷം ഉണ്ടാവുകയും അത് പോലീസിനെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് CPMകാർ പോലീസിനെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന വലിയൊരു സംഭവം ഉണ്ടായി. അതിൽ നടപടിയെടുത്ത തലശ്ശേരി SIമാരായ 2 പേരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് CPM നടപടിയെടുത്തത്. അതിൽ തന്നെ പാർട്ടിക്കാരെ തൊട്ട് കളിച്ചാൽ ഒറ്റയാളും തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കാണില്ല എന്നൊരു ഭീഷണി കൂടി അന്ന് CPMകാർ നടത്തിയിരുന്നു. ആ ഭീഷണി നടപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പരാതി നൽകാനുള്ള നീക്കവുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോവുകയാണ് വിനോദ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി ഇത് പാർട്ടിക്ക് സ്വാധീനമുള്ള ക്ഷേത്ര കമ്മിറ്റിയാണോ ഇവിടെ ഭരണം നടത്തുന്നത്? ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണോ അതോ സ്വകാര്യ ട്രസ്റ്റിൻ്റെ ക്ഷേത്രമാണോ മിഥുൻ പിള്ള? CPMന് വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ് ഈ പുല്ലിയോട് കാവും പരിസരവും. പക്ഷേ ഭൂരിഭാഗം ആളുകൾ CPM അനുഭാവികളായ ആളുകളാണ് ഇതിലുള്ളത് താനും. മാത്രമല്ല ഇത് പുറമേ നിന്നുള്ള ഇപ്പൊ CPMന് സ്വാധീനമുണ്ടോ എന്നുള്ളതായാലും കവിഞ്ഞ് ആ പ്രദേശത്തേക്ക് വിവിധ ഭാഗത്ത് നിന്ന് തലസ്കരം എന്നൊരു ചടങ്ങുണ്ട്.
സാധാരണഗതിയിൽ നേർച്ച കലശങ്ങളും അതുപോലെ തന്നെ പൂക്കലശവും അതായത് പൂ കൊണ്ട് അലങ്കരിച്ച കലശങ്ങളും ഒക്കെയാണ് ഈ കാവുകളിലേക്ക് എഴുന്നള്ളപ്പ് നടത്തി കൊണ്ടുവരാറുള്ളത്. എന്നാൽ ഇവിടെ സി പി എമ്മിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നക്ഷത്രവും അരിവാഴ്ചിക്കയുടെ ഭാഗവും ചന്ദ്രക്കലയും ഒക്കെയാണ് അവർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നേർച്ച കലശം എന്നുള്ള രീതിയിൽ കൊണ്ടുവരാറുള്ളത്. പലപ്പോഴും ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ കലശങ്ങളുമായി വരുന്നത് ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുമായുള്ള ഏറ്റുമുട്ടലിന് പോലും കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള സംഭവം വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദ്, ക്ഷേത്രത്തിൽ വീണ്ടും ഇത്തരത്തിൽ CPM അവരുടെ പ്രചാരണ കൊടികളും ചിഹ്നങ്ങളുമൊക്കെ ഉപയോഗിക്കുകയാണ്. കണ്ണൂർ കതിരൂർ പുല്യോട്ട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിലാണ് CPM ഇത്തരത്തിൽ ചെഗുവേരയുടെ കൊടിയും പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങളുമെല്ലാം ഉപയോഗിച്ചത്. സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.